നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളിപ്പോൾ ഒരു പുതിയ വാഹനം മേടിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് സീറ്റയിലൊക്കെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സീറ്റേ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ പുറത്തുമൊക്കെ അതൊക്കെ നമുക്ക് അവർ തരുന്ന സമയത്ത് PDA ചെയ്യുന്ന സമയത്തെല്ലാം എടുത്ത് കളയുന്നതാണ്. പക്ഷേ സീറ്റിലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവേ ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇത് എത്ര പേര് ഈ സീറ്റിലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അഴിച്ച് കളയുന്നുണ്ട്? ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗോപകുമാർ KK ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: പുതിയ കാറ് വാങ്ങി വർഷങ്ങൾ കഴിഞ്ഞാലും സീറ്റ് പൊതിഞ്ഞു വരുന്ന പ്ലാസ്റ്റിക് കവർ മാറ്റാതെ അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കൂടെ പിടിക്കുന്നത് പോലെ കൊണ്ട് നടക്കുന്നത് കാണാം. ഇതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷവശങ്ങൾ അത്തരം ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ പ്ലീസ്? 100%. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ടൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് വാഹനത്തിലോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ പൊടിയോ കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം നല്ല ഫ്രഷായിട്ട്, അതായത് പുതിയതായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പ്ലാസ്റ്റിക് കവർ നമ്മൾ എന്തുകൊണ്ട് മാറ്റണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ 2-3 കാര്യങ്ങൾ ഉണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കാൻ. അതായത് ഒന്ന്, മെയിനായിട്ടുള്ളൊരു കാര്യം, നമുക്കൊരു ഗ്രിപ്പ് കിട്ടത്തില്ല. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് തള്ളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ബാക്കിൽ ഇരിക്കുന്ന ആളാണെങ്കിലും അതൊരു വലിയ ഇഷ്യൂ ആണ്. സ്ലിപ്പായി പോകും. സ്ലിപ്പറിയാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വാഹനത്തിലോട്ട് നമ്മൾ ഈ വാഹനം എപ്പോഴും തണലിൽ തന്നെ അല്ല പാർക്ക് ചെയ്തിരുന്നത്, വെയിലത്തും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അങ്ങനെ വെയിലത്തൊക്കെ ഇടുന്ന സമയത്ത് ഈ വെയിലടിച്ച് ഈ പ്ലാസ്റ്റിക് ചെറിയ രീതിക്കെങ്കിലും മെൽറ്റ് ആകാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്നൊരു ഫ്യൂംസ് ഒക്കെ നമ്മുടെ വാഹനത്തിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആകത്തില്ല. 100% ആകും. പക്ഷേ ഡാഷ്ബോർഡൊക്കെ കുറച്ചുകൂടെ കട്ടിയുള്ളതുകൊണ്ട് അതിനെക്കഴിഞ്ഞും കൂടുതൽ റെസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുപോലെയല്ല നമ്മുടെ ലൈറ്റ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ചെറിയ ഹീറ്റ് കിട്ടുമ്പോൾ തന്നെ ചെറുതായിട്ട് ഉരുകാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് ആവി വന്ന് നമ്മുടെ വാഹനത്തിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും. അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതും ഒരു വിഷയമാണ്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക്, അതായത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, സീറ്റിൽ മാത്രമല്ല നമ്മുടെ ഗിയർ ലിവറിൻ്റെ നോബ്, സ്റ്റീരിയോയുടെ പുറത്തുള്ള പ്ലാസ്റ്റിക്, ഇതൊക്കെ പലരും പറിച്ച് കളയാതിരിക്കാറുണ്ട്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ പിന്നെ പറിച്ച് കളയുമ്പോൾ, അല്ലെങ്കിൽ പതുക്കെ ഇത് പുറത്തോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ പശ ആ സ്റ്റീരിയോയിലോ അല്ലെങ്കിൽ ആ ഗിയർ ലിവറിൻ്റെ നോബിൻ്റെ സൈഡിൽ വരുന്ന പാനൽസിലോ കാര്യങ്ങളൊക്കെ ഇരിക്കാറുണ്ട്. അത് ഒരു കാരണവശാലും പിന്നെ പോകത്തില്ല. അതുകൊണ്ട് കഴിവതും നമ്മളൊരു വാഹനം മേടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഊരിക്കളയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇനി നിങ്ങളുടെ സജഷനും കൂടെ എനിക്ക് വേണം കേട്ടോ. നിങ്ങൾ എന്താണ് പറയുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്കൊന്ന് അറിയണം. ഞാൻ വാഹനം എടുത്ത ആദ്യത്തെ ദിവസം തന്നെ സീറ്റ് കവറിനുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് എപ്പോഴും എല്ലാം ആസിറ്റീസ് അതിൻ്റെ ഒരു വർക്കിംഗ് രീതി തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് വാഹനം മേടിച്ചാലും ഫോൺ മേടിച്ചാലും എന്ത് മേടിച്ചാലും അതിനകത്തുള്ള ഒട്ടീരും കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം തന്നെ എടുത്ത് കളയുന്നതായിരിക്കും.